അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മറ്റൊരു നാമമാണ് അൽ അലീം, അറിവുള്ളവൻ എന്നത്. 153 തവണ ഖുർആനിൽ ഈ നാമം വന്നിട്ടുണ്ട്. വഫൗക കുല്ലി ദി ഇൽമിൻ അലീം എന്ന പരാമർശം കാണാവുന്നതാണ്. അള്ളാഹുവാണ് എല്ലാം അറിയുന്നത്. അള്ളാഹുവിന് ഒരറിവുകളും ഗോപ്യമല്ല, ഗോചരമാണ്. നമ്മുടെ കാഴ്ചയ്ക്കും കേൾവിക്കും അറിവുകൾക്കുമൊക്കെ പരിമിതികളുണ്ട്. എന്നാൽ അള്ളാഹുവിന് അങ്ങനെ പരിമിതികളില്ല. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണിൻ്റെ കട്ടുനോട്ടവും വമാ തുഖ്ഫിസ് സുദൂർ, മനസ്സിൽ ഒളിപ്പിച്ച കാര്യങ്ങളുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു നമ്മളെ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന അവബോധമാണ് മുഅ്മിനീങ്ങൾക്ക് കൂടുതൽ ആത്മീയമായി മുന്നേറുവാൻ കഴിയുന്നത്. ഒരു CCTV ക്യാമറയ്ക്ക് മുന്നിൽ കളവ് കാണിക്കാൻ നാം ധൈര്യപ്പെടാറില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ നിരീക്ഷണ വലയം നമ്മളിലുണ്ടെന്ന ആത്മീയ ബോധം വരുമ്പോൾ അക്രമം, അസഭ്യം, ചതി, കൊള്ള, കൊലപാതകം തുടങ്ങിയ ദുർവൃത്തികളിൽ നിന്ന് സുരക്ഷിതരായി നമുക്ക് പരലോകം പ്രാപിക്കാവുന്നതാണ്. അള്ളാഹുവിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിഞ്ഞത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അന അഅലമുക്കും ബില്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയും അള്ളാഹു നബിയോട് പറഞ്ഞത് ഖുൽ റബ്ബി സിദ്നി ഇൽമാ, അള്ളാഹുവേ നീ എനിക്ക് ആത്മീയ ജ്ഞാനം വർദ്ധിപ്പിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാനാണ്. തന്നെ നിരീക്ഷിക്കുവാനോ നിയന്ത്രിക്കുവാനോ നോക്കിക്കാണുവാനോ ആരുമില്ല, ഒരു ശക്തിയുമില്ല എന്ന് മൂഢമായി വിശ്വസിക്കുമ്പോഴാണ് മനുഷ്യൻ പൈശാചികമായി ചിന്തിക്കുന്നതും അവന് തോന്നിയ അക്രമങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നതും. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ച് അലീമായ അല്ലാഹു തആല നമ്മെ നിരന്തരം നിരീക്ഷിക്കുന്നതാണ്. നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. നല്ല വിചാരങ്ങളാണ് നാം കൈക്കൊള്ളുന്നതെങ്കിൽ സ്വർഗം നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ദുർമോഹങ്ങളെയും ദുരാഗ്രഹങ്ങളെയുമാണ് നാം മനസ്സിൽ വളർത്തുന്നതെങ്കിൽ അള്ളാഹു മുജ്രിമീങ്ങൾക്ക് തയ്യാറാക്കിയ നരകത്തിലേക്ക് നാമും പതിക്കുന്നതാണ്.